ഹലോ, ഒരു സൂ കാണാൻ പോയാലോ? അതും നമ്മുടെ മക്ക ബോർഡിന്റെ ഉള്ളിൽ തന്നെയുള്ള. അതെ, ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സൂ കാണാൻ വേണ്ടിയിട്ടാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അതിന്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് കേട്ടോ. നമ്മളെ വെൽക്കം ചെയ്യുന്ന കുറേ ചെടികളാണ്. ഇതൊക്കെ അവർ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിന് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കാനില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഏരിയ ഉണ്ട്. അതിലോട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ടത്. അതിന്റെ ഉള്ളിൽ അവർ കുറേ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇങ്ങനെ കയറി വന്ന് ഈ ചെടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറേ പെറ്റ്സിന്റെ ഫീലും കാര്യങ്ങളും കുറേ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പിന്നെ ഫുള്ളി അവർ ഫ്ലവേഴ്സ്, അതായത് സെയിൽ ചെയ്യാനുള്ള കുറേ മണി പ്ലാന്റ്, ഇൻഡോർ ഫ്ലവേഴ്സ് ആണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാഷാഅല്ലാ, അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ചെടിയെങ്കിലും അവിടെ നിന്ന് വാങ്ങാതെ നമുക്ക് പോരാൻ പറ്റില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ഒരു മിനി നേച്ചർ, ഒരു എന്താ പറയുക, ഒരു സ്മോൾ കാട് എന്നൊക്കെ നമുക്ക് ശരിക്കും പറയാം. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. പിന്നെ തണുപ്പും ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ളതാണ്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, 25, 30 അങ്ങനെയൊക്കെ റിയാലുകളുള്ള കുറേ ചെടികൾ അവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊരു വലിയ എക്സ്പെൻസീവ് അല്ലാത്ത കുറേ പ്ലാന്റ്സ് അവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ നടത്തൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആയിരുന്നു. ഈ ചെടി കണ്ടോ, വലിയൊരു ചെടിയുടെ ചെറിയ രീതിയിൽ നമ്മൾ എന്താ പറയുക, അതിനെ ക്രോപ്പ് ചെയ്തെടുത്ത പോലെയൊക്കെ ഫീൽ ആവും അല്ലേ. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ കുറേ പെറ്റ്സ് ഉണ്ട്, തത്തകൾ, പ്രാവുകൾ, അങ്ങനെ കുറേ കളറിലുള്ള ഒരുപാട് കിളികളുണ്ട് അവിടെ. അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ഐറ്റംസ് ആയിട്ടുള്ള ഫിഷുകളുണ്ട് നമ്മുടെ വളർത്തുന്ന. അത് ഒന്നോ രണ്ടോ, അതുപോലെ ഗ്ലോബ്, അതുപോലെയുള്ള ഫിഷ് പോട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഏരിയ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പെയ്ഡ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ 25 റിയാൽ അഡൾട്ടിനും 15 റിയാൽ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മൃഗങ്ങളാണ്. പിന്നെ പട്ടികൾ, അങ്ങനെ ഈ മങ്കികളെ മാത്രമാണ് അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ കുറച്ച് കുസൃതിക്കാരാണ്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ഇതൊക്കെ കണ്ടില്ലേ, ഈ കിളിയൊക്കെ കണ്ടില്ലേ, കയ്യിലിരിക്കുന്ന ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് മക്കയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ശരിക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. മയിൽ, ആമ, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കിളികൾ അവർ ക്ലോസ്ഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടും അതുപോലെ നമ്മൾ ഫീഡോ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവരത് വന്നിരുന്ന് കഴിക്കും കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വൺ ടൈം വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് ആ ഒരു